ഇന്ന് രാവിലെ തന്നെ കോളേജിലെത്തി. വേറെ നല്ല ജൂനിയേഴ്സിനും ചെറുതായിട്ട് ഫ്രഷേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും മിഠായും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവരെ വെൽക്കം ചെയ്തു. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ സ്ഥലത്തെ പ്രധാന ക്യാമറമാൻ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാർ എന്തായാലും ഇവിടെ രാവിലെ തന്നെ പ്രസന്റ് ആണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് അവിടെ സ്വാഗത പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും സാർമാരെല്ലാവരും സ്വാഗത സെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ്. സംഭവം വേറെ നല്ല ജാസ്തി സാറ് മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പരിപാടിയുടെ തുടക്കം ജൂനിയേഴ്സ് പാട്ട് പാടിക്കൊണ്ട് തന്നെ ആയിരുന്നു. അങ്ങനെ എന്തായാലും വെൽക്കം ഡ്രിങ്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ജൂനിയേഴ്സിന്റെ പാട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിലെ ഓവർ ടാലന്റഡ് പുള്ളിക്കാരന്റെ പാട്ടായിരുന്നു എന്ന് പാടി തുടങ്ങി. പുള്ളിക്കാരൻ സ്റ്റേജ് കത്തിച്ചു. പിന്നെ നമ്മുടെ ജൂനിയർ ചെക്കന്മാരൊക്കെ മുന്നിൽ തന്നെ എന്നും പറഞ്ഞ് കഥയും പറഞ്ഞിരിക്കുകയാണ്. അത് അങ്ങനെ കുറച്ച് ടീം. അങ്ങനെ പിന്നെ അവിടെ നടന്നത് ജൂനിയേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ ജൂനിയേഴ്സിന് വ്യത്യസ്ത തരത്തിലുള്ള ഗെയിമുകളൊക്കെ കൊടുക്കലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ബലൂൺ ഗെയിം, പിന്നെ മറ്റൊരു ഗെയിം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഷോ ഗെയിം, അങ്ങനെ ഗെയിമുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ ഗെയിം കൊണ്ടുള്ള ഗെയിമുകൾ തന്നെയാണ് അവിടെ നടന്നത്. പിന്നെ അതിൻ്റെ ഇടക്കാണ് ഈ പുള്ളിക്കാരിയുടെ ഡ്രസ്സ് കണ്ടത്. ഈ രണ്ട് കഷ്ണം ബാക്കിയൊന്നും പഠിക്കാതെ വെച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ വിട്ടത് ഇങ്ങോട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്ര ആളാണ് ഉള്ളത് നോക്കി ഈ പുള്ളി ഞങ്ങൾക്ക് വേണ്ട ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പുള്ളി എന്തായാലും അങ്ങനെ ഓർഡറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് വന്നാൽ മാത്രം മതി. ഫുഡ് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന തിരക്കിലാണ് സാറും. അങ്ങനെ എന്തായാലും അവസാനം കാത്തിരുന്ന സംഭവം എത്തിയിട്ടുണ്ട്. ഇനി ഈ സംഭവം എന്തെങ്കിലും ഒന്നും ആക്കാതെ ഞങ്ങൾ സമാധാനമാവില്ല. പിന്നെ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറിന് തീരെ സമാധാനമാവില്ല. അത് പിന്നെ എന്ത് ചെയ്യാനോ, ഫുഡ് മുഖ്യം പിക്കില്ലേ. പിന്നെ വെറൈറ്റി സംഭവമായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ കണ്ടു നോക്ക്. പിന്നെ അത് കഴിഞ്ഞ് 2 പാട്ടായിരുന്നു. അവിടെ ജൂനിയേഴ്സ് ചെക്കന്മാർ പാട്ട് പാടുന്നു, ഇവിടെ ടീച്ചേഴ്സ് എൻജോയ് ചെയ്യുന്നു. ഏതല്ലേ ലൈഫ്. പിന്നെ ഒരു ജൂനിയർ ഭാഗം സ്റ്റേജിൽ വെറൈറ്റി സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുട്ടിന് തേങ്ങ എന്ന് പറയുമ്പോൾ 2 ഡാൻസ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ഏകദേശം പരിപാടിയൊക്കെ തീരാനായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി കലാശക്കൊട്ടോടെ പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ.